ഈ കഥ ആരംഭിക്കുന്നത് 1830 കാലഘട്ടത്തിലാണ്. ഇപ്പൊ കടലിലൂടെ ഒരു ഷിപ്പ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാർഗോ ഷിപ്പാണ്. ഓരോ രാജ്യത്ത് പോയി പല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പല രാജ്യത്തും അല്ലാതെ കുറെ ഐലൻഡിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ചെറിയൊരു ഷിപ്പ്. ഇപ്പൊ ഈ ഷിപ്പ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം അത് കടലിലൂടെ കാലാവസ്ഥ മോശമായതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞിട്ടാണ് പോകുന്നത്. ഈ ഷിപ്പിനുള്ളിൽ തന്നെ നമ്മുടെ ഹീറോ ഉണ്ട്. ഹീറോന്റെ പേര് മുർണോ എന്നാണ്. മുർണോയ്ക്ക് ആ ഷിപ്പിൽ തന്നെ ഒരു കുതിരയുണ്ട്. ആ കുതിരനെ ചെന്ന് നോക്കാണ്. അതുമല്ല ഷിപ്പ് നല്ല രീതിയിൽ ഒലയുന്നുണ്ടല്ലോ. അപ്പൊ കുതിരയ്ക്ക് എന്തെങ്കിലും പറ്റിയൊന്ന് നോക്കണ്ടേ. എന്തായാലും മുർണോ നോക്കുമ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ട് അയാളുടെ ബോഡി കുറച്ച് ആൾക്കാർ എടുത്തിട്ട് ഷിപ്പിന്റെ താഴത്തെ റൂമിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന മുർണോ അവരെ സഹായിക്കാനായിട്ട് മുകളിലോട്ട് കയറിപ്പോകാനായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ മുകളിലോട്ട് കയറി വരണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ വലിയൊരു തിരമാല അടിച്ചിട്ട് ഷിപ്പിനുള്ളിൽ വെള്ളം കയറുകയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ ഷിപ്പ് മുങ്ങിയൊന്നും പോകുന്നില്ല. എന്തായാലും അന്നത്തെ ദിവസം ഒന്നും പറ്റാതെ തന്നെ പോകുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാവരും ഷിപ്പിന് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. മുർണോ വന്ന് നോക്കുമ്പോൾ ഇന്നലെ ഒരാൾ മരണപ്പെട്ടില്ലേ, അയാളുടെ ബോഡി എല്ലാം എല്ലാ ആൾക്കാരും കൂടെ പൊതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തേ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഈ ഒരു ബോഡിനെ എടുത്ത് കടലിലോട്ട് തള്ളിക്കളയാണ്. ഇവർക്ക് കുഴിച്ചിടാനൊന്നും മാർഗ്ഗമില്ല, അതുകൊണ്ടാണ് കടലിൽ കളഞ്ഞത്. പിന്നീട് മുർണോ വന്നിട്ട് ഷിപ്പിന് പുറത്തിരുന്ന് അവന്റെ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് എടുത്തിട്ട് അവന്റെ മുന്നിലായിട്ടുള്ള ഒരു പയ്യന്റെ ഫോട്ടോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടായിരിക്കും ഷിപ്പിന്റെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. ക്യാപ്റ്റൻ ആ പയ്യനെ പറ്റി പറയാനായിട്ട് തുടങ്ങും. ക്യാപ്റ്റന്റെ കൂടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പയ്യന്റെ അച്ഛൻ പറഞ്ഞയച്ചതായിരുന്നു ലോക കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ പയ്യന്റെ അച്ഛൻ വേറെ ആരുമല്ല, ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലെ ഒരു മൂപ്പനാണ്, അതായത് അവിടുത്തെ രാജാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഈ പയ്യന് ആ ഐലൻഡിൽ കൊണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ആ ഐലൻഡൊക്കെ കാണണമെങ്കിൽ മുർണോന്റെ അടുത്തുകൂടെ വരാനായിട്ട് പറയും. പിന്നീട് അവര് ആ ഒരു ഐലൻഡ് കണ്ടെത്തുന്നുണ്ട്. ഷിപ്പ് അത്രയും ദൂരം കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, ഐലൻഡിന്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഷിപ്പിലുള്ള ഒരു ബോട്ടിൽ കയറിയിട്ട് ഇവരെല്ലാരും കൂടെ ആ ഐലൻഡിലോട്ട് തുഴഞ്ഞു പോകും. അങ്ങനെ എല്ലാരും ഐലൻഡിൽ എത്തിപ്പെടുകയാണ്. ഇപ്പൊ ക്യാപ്റ്റൻ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മുർണോ ആണെങ്കിൽ അവന്റെ കുതിരപ്പുറത്ത് കടലിലൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുതിരയ്ക്ക് നീന്താനൊക്കെ അറിയാം കേട്ടോ. ഇതിനുശേഷം മുർണോ ആ കുതിരപ്പുറത്ത് ഐലൻഡ് എല്ലാം അങ്ങനെ കറങ്ങി നടക്കുകയാണ്. പിന്നീട് നേരത്തെ ഒരു പയ്യന്റെ ചിത്രം വരച്ചില്ലേ, ആ പയ്യനെയും വിളിച്ചിരുത്തി ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുകയാണ്. ആ പയ്യന്റെ മുഖത്ത് കുറേയധികം വരകളൊക്കെ ഉണ്ട്, എന്തോ ആചാരം പോലെ വരച്ചു വെച്ചേക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ മുർണോ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ പയ്യന്റെ ഭാഷ മനസ്സിലാവുന്നില്ല. അത് ഐലൻഡ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും കുറച്ചൊക്കെ ആ പയ്യൻ ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് തന്നെ ആ പയ്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് അവന്റെ ജീവിത കഥയായിട്ട് ബന്ധപ്പെട്ടാണ് ആ വര വരച്ചു വെച്ചേക്കുന്നതെന്ന്. പിന്നീട് മുർണോ അവന്റെ കുതിരയും കൊണ്ട് ഒരു സ്ഥലത്ത് വന്ന് അതിന് തീറ്റ കൊടുക്കുകയാണ്. അതായത് കാടും പുല്ലൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു പെൺകുട്ടി വരുന്നുണ്ട്. മുർണോയെ കണ്ട് ചെറുതായിട്ട് പേടിക്കുകയാണ്. പക്ഷെ മുർണോ എന്റെ ഒന്നുമില്ല, ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല എന്നതുപോലെ അങ്ങനെ നിൽക്കുകയാണ്. ഇത് കാണുന്ന പെൺകുട്ടി പതിയെ നടന്ന് മുർണോന്റെ അടുത്ത് വരികയാണ്. അവൾക്ക് ആ കുതിരനെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആ കുതിരനെ നോക്കി അങ്ങനെ നിൽക്കും. പിന്നാലെ തന്നെ വേറെ കുറച്ച് കാട്ടുവാസികളൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അവർ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് മുർണോനെ ഉപദ്രവിക്കാനായിട്ട്. പക്ഷെ ഈ പെൺകുട്ടി പറയും മുർണോ പാവമാണ്, അതുകൊണ്ട് തന്നെ മുർണോനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. അതും ഇംഗ്ലീഷിലല്ല കേട്ടോ പറയുന്നത്, അവരുടെ ആ ഒരു ഐലൻഡിലുള്ള ആ ഒരു ഭാഷയിലാണ് ആ പെൺകുട്ടിയും അതുപോലെ തന്നെ കാട്ടുവാസികളും സംസാരിക്കുന്നത്. അന്നേരമായിരിക്കും മുർണോന്റെ കൂടെ വന്ന ക്യാപ്റ്റന്റെ ആൾക്കാരും അങ്ങോട്ട് വരുന്നത്. അവർ വന്നിട്ട് മൂപ്പനെ കാണണമെന്ന് പറയും. ആരോട്? ഈ കാട്ടുവാസികളോട്. അങ്ങനെ മൂപ്പനെ വിളിക്കാനായിട്ട് എല്ലാ ആൾക്കാരും കൂടെ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ മുർണോനെയൊന്നും ഒന്നും ചെയ്യുന്നില്ല. ആ കാട്ടുവാസികൾക്ക് മുർണോ അവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതും നമ്മുടെ ആ ഒരു പെൺകുട്ടിയോട് മിണ്ടിയത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് ആ പെൺകുട്ടിക്ക് ഏവാന്ന് പേര് കൊടുത്താലോ? പിന്നീട് മുർണോ ക്യാപ്റ്റനെ കണ്ടിട്ട് കുറച്ചു നേരം ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഐലൻഡിന്റെ ഒരു ഭാഗത്ത് പിന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവനൊരു പ്രീസ്റ്റ് ആണ്. ഈ ഐലൻഡിൽ തന്നെ വേറെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതായത് മുർണോനെ പോലെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർ. അവരും ഈ ഐലൻഡിന്റെ ഏതോ ഒരു ഭാഗത്തുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് യാത്ര ചെയ്താൽ മതി. മുർണോ കുതിരപ്പുറത്ത് പൊയ്ക്കോളാന്ന് പറയും. ഇവിടെ കുറച്ച് നാൾ നിന്നിട്ട് അതിന് ക്യാപ്റ്റൻ സമ്മതിക്കുകയാണ്. ഇതിനുശേഷം മുർണോ അവന്റെ കുതിരേനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടുകയാണ്. എന്നിട്ട് അവൻ വിശ്രമിക്കുകയാണ്. അങ്ങനെ താഴെ കിടക്കുന്ന നേരത്ത് അവൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാനായിട്ട് പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ആദിവാസികളെ കണ്ടില്ലേ, അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയാണ്. അടിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കൊന്നു കളയുന്നുണ്ട്. ആരാണോ കൊല്ലുന്നത് അവരാണ് വിജയ്. ഇപ്പൊ മുർണോ നോക്കുമ്പോൾ അവിടെ തന്നെ ആ കാട്ടിലെ മൂപ്പൻ നിപ്പുണ്ട്. അതായത് ആ കാട്ടുവാസികളുടെ മൂപ്പൻ. അങ്ങേരാണല്ലോ രാജാവ് പോലെ. അപ്പൊ അങ്ങേരോട് മുർണോ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ആരെയും കൊല്ലാൻ പാടില്ല എന്ന്. പക്ഷെ അങ്ങേർക്ക് ഭാഷ മനസ്സിലാവത്തില്ല. അപ്പോഴായിരിക്കും അങ്ങോട്ട് ക്യാപ്റ്റനും ടീംസും വരുന്നത്. അവർ വന്നിട്ട് മുർണോ പറയുന്ന കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യും. മുർണോ പറയും നിങ്ങൾ ഇവരെ കൊല്ലാതിരുന്നാൽ ഞാൻ എന്റെ കുതിരേനെ തരാന്ന്. പക്ഷെ മൂപ്പൻ പറയും ഒരു കുതിരയ്ക്ക് ഒരു ജീവൻ മാത്രമേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ പിടിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ഏവ ഉണ്ടല്ലോ, ഏവയുടെ കൂടെ തന്നെ അവളുടെ കൂടെ ഉള്ളത് ഹസ്ബൻഡാണ്. നിങ്ങൾ ഏവേനെ എടുത്തോന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ കഴുത്തറുത്ത് ഹസ്ബൻഡിനെ കൊന്നു കളയാണ്. ഏവ ഇത് കാണുമ്പോൾ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഏവേനെ മാത്രമേ ഒരു കുതിരയെ കൊടുത്തത് കൊണ്ട് നമ്മുടെ മുർണോയ്ക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നീട് കുതിരയെ കൊടുത്തത് കൊണ്ട് തന്നെ ഏവേനെ മുർണോന്റെ കൂടെ പറഞ്ഞുവിടുകയാണ്. ഇവരെല്ലാരും കൂടെ ഷിപ്പിൽ വന്ന് കയറുന്നുണ്ട്. ഷിപ്പിൽ അങ്ങനെ യാത്ര തിരികെയാണ്. ഈ ഐലൻഡിന്റെ വേറൊരു ഭാഗത്ത് പോവുകയാണെങ്കിൽ കുറച്ച് സാധാരണപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവിടാണ് മുർണോ പ്രീസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങോട്ട് തന്നെ ഏവേനെയും കൊണ്ടുവന്ന് തീരുമാനിക്കും
തീരുമാനിക്കുകയാണ്. ഇതിനുശേഷം ഏവേനെയും വിളിച്ച് മുർണോ താഴെയുള്ള ഒരു റൂമിൽ പോകുന്നുണ്ട്. അവൾക്ക് കിടക്കാനായിട്ട് കട്ടില് റൂമൊക്കെ കൊടുക്കുകയാണ്. എന്നാൽ അവൾക്ക് ഭർത്താവ് മരണപ്പെട്ടതിന്റെ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്തോ ഒരു മൂർച്ചയുള്ള ആയുധം എടുത്തിട്ട് അവളുടെ നെഞ്ചെല്ലാം കൂടെ വലിഞ്ഞു കീറാനായിട്ട് തുടങ്ങുകയാണ്. ഇത് കാണുന്ന മുർണോ അവളെ തടുക്കാനായിട്ട് നോക്കുമെങ്കിലും അവൾ സമ്മതിക്കത്തില്ല. അവസാനം അവൾ ക്ഷീണിച്ച് ഒരു സ്ഥലത്ത് അങ്ങനെ കിടക്കാണ്. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവർ ഐലൻഡിന്റെ മറ്റു ഭാഗത്ത് എത്തുന്നുണ്ട്. അതായത് സാധാരണ മനുഷ്യരൊക്കെ ജീവിക്കുന്ന ആ ഒരു ഭാഗത്ത്. അവിടെ ചെന്നിട്ട് മുർണോയെ ക്യാപ്റ്റൻ അവിടെ ആക്കുന്നുണ്ട്. ക്യാപ്റ്റനും ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് പോവാണ്. കൂടെ തന്നെ എവയുണ്ട്. ആരുടെ കൂടെ? നമ്മുടെ മുർണോന്റെ കൂടെ എവയുണ്ട്. മുർണോനെയും എവനെയും സ്വീകരിക്കാനായിട്ട് അങ്ങോട്ട് ഒരു പ്രസിഡന്റ് വരുന്നുണ്ട്. അതായത് ഇവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരു പ്രസിഡന്റ്. ഇവർക്ക് എല്ലാവർക്കും ഒരു തലവൻ കാണുമല്ലോ, അങ്ങനെ ഒരു മനുഷ്യൻ. എന്നിട്ട് പ്രസിഡന്റ് ഏവ ആരാന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ മുർണോ പറഞ്ഞു കൊടുക്കുകയാണ്. മുർണോയെയും ഏവയും വിളിച്ചിട്ട് പ്രസിഡന്റ് ഇവർക്ക് താമസിക്കാനുള്ള ചെറിയൊരു കോട്ടേജ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി മുതൽ അവിടാണ് ഏവയും അതുപോലെ തന്നെ മുർണോയും ജീവിക്കാനായിട്ട് പോകുന്നത്. പിന്നെ മുർണോ ഒരു പള്ളിയിലച്ഛനാണല്ലോ, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പള്ളിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നുണ്ട്. മുർണോയെ കാണാനായിട്ട് അങ്ങോട്ട് ഒരാൾ വരുന്നുണ്ട്. അത് പ്രസിഡന്റിന്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പൊ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയാണ്. പിന്നീട് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഏവയ്ക്ക് വയ്യാതാകുന്നുണ്ട്. ഇത് മുർണോ കാണുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അവളുടെ മുറിവെല്ലാം പഴുത്തിട്ടുണ്ട്. അങ്ങനെ അവൾ അനങ്ങാൻ വയ്യാതെ താഴെ കിടക്കാണ്. മുർണോ അവൾക്ക് വെള്ളം കഴിക്കാനായിട്ട് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾ അത് നന്നായിട്ട് കഴിക്കുന്നൊന്നുമില്ല. എന്തായാലും അവളുടെ മുറിവൊക്കെ മുർണോ ശുശ്രൂഷിക്കുകയാണ്. ഇതിനുശേഷം മുർണോ പ്രസിഡന്റിനെ പോയി കാണുന്നുണ്ട്. പ്രസിഡന്റുമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവിടെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരും ഉണ്ട്. പിന്നെ പ്രസിഡന്റിന് ഒരു മോളും ഉണ്ട് കേട്ടോ. അവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. മുർണോ എല്ലാവരും കൂടി ഇരിക്കുന്ന നേരത്ത് ഏവയുടെ കാര്യം പറയും. അവൾക്ക് ഒട്ടും വയ്യ, ഒരു ഡോക്ടറിനെ കിട്ടാനായിട്ട് വല്ല വഴിയുണ്ടോന്ന്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഡോക്ടറുണ്ട്. പക്ഷെ അങ്ങേര് പറയും, ഞാനിങ്ങനെ കാട്ടുവാസികളെ ഒന്നും ചികിത്സിക്കത്തില്ല, അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് കഴിയില്ല എന്ന്. അങ്ങനെ മുർണോയ്ക്ക് മനസ്സിലായി ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവര് കാട്ടുവാസികളെ വേറെ മനുഷ്യരായിട്ടാ കാണുന്നതെന്ന് മുർണോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മുർണോ കഴിച്ചു കഴിഞ്ഞിട്ട് ആകെ വിഷമപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. പോകുന്ന നേരത്ത് പ്രസിഡന്റിന്റെ മോൾ ആരും അറിയാതെ മുർണോന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അവിടെ ഒരു ലേഡി ഉണ്ട്, അവരൊരു ഡോക്ടറാണ്. ആ ഡോക്ടറിനോട് പോയി പറയുകയാണെങ്കിൽ അവർ ഏവയുടെ മുറിവെല്ലാം വെച്ച് ശരിയാക്കി തരും. അതുകൊണ്ട് തന്നെ അവരോട് പോയി പറയാനായിട്ട് പറയും. അവരുടെ വീടും ഈ ഒരു പ്രസിഡന്റിന്റെ മോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുർണോ ആ ഒരു ലേഡിയുടെ, അതായത് ആ ഒരു ഡോക്ടറിന്റെ വീട്ടിൽ പോവാണ്. അവിടെ ചെന്ന് ഡോറ് കൊട്ടുമ്പോൾ ആ ഒരു ലേഡി ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട്. അവരിപ്പോ നല്ല തിരക്കാണ്, എന്തോ പ്രസവം മറ്റോ എടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് മുർണോനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. മുർണോ തിരിച്ചു വന്നിട്ട് ഏവയുടെ കൂടി ഇരിക്കുമ്പോൾ ഡോറിൽ ആരോ മുട്ടുന്നുണ്ട്. ഇതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ചെന്ന് ഡോറ് തുറന്നു നോക്കുമ്പോൾ അതൊരു ലേഡി ഡോക്ടറാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഡോക്ടർ തന്നെയാണ്. ആ ഡോക്ടർ വന്നിട്ട് ഏവയെ പരിശോധിക്കുന്നുണ്ട്. അവളുടെ മുറിവെല്ലാം വെച്ച് ശരിയാക്കി കൊടുക്കുകയാണ്. അതായത് അവളെ പരിപാലിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവാണ്. പിറ്റേ ദിവസം മുർണോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? നമ്മുടെ ഈവയ്ക്ക് അതെല്ലാം ശരിയായിട്ടുണ്ട്. അവളിപ്പോൾ ആരോഗ്യവതിയായിട്ട് എണീറ്റ് നിൽക്കുകയാണ്. ഇതിനെല്ലാം കാരണം ആരാണ്? ആ ഡോക്ടറാണ് കേട്ടോ. ആ ഡോക്ടർ നന്നായിട്ട് പരിപാലിച്ച് അവളെ ശരിയാക്കിയിട്ടുണ്ട്. അവളുടെ അസുഖമൊക്കെ ഇപ്പൊ ഏറെക്കുറെ മാറിയിട്ടുമുണ്ട്. എന്തായാലും മുർണോ പുറത്തോട്ടിറങ്ങി വരികയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിൽക്കുമ്പോഴായിരിക്കും പുറത്തെന്തോ മണിയടി ശബ്ദം കേൾക്കുന്നത്. അവനത് എന്താണെന്ന് അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മണിയടി ശബ്ദം കേൾക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലും. അവിടെ തന്നെ കുറെ അധികം ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ കുറച്ചധികം കാട്ടുവാസികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബാക്കിയുള്ള ജനങ്ങളെ പേടിച്ചിട്ട് മണിയടി മുഴക്കി ബാക്കിയുള്ള ആൾക്കാരെ അറിയിച്ചത്. ഇന്നേരമായിരിക്കും ഏവ കൂടെ അങ്ങോട്ട് വരുന്നത്. ഏവ ആ കാട്ടുവാസികളെ കണ്ടതും കരയാനായിട്ട് തുടങ്ങാണ്. ആ വന്ന കാട്ടുവാസികൾ മറ്റാരുമല്ല, ഏവയുടെ അച്ഛനാണ്. ഈ കാട്ടിൽ തന്നെ രണ്ട് മൂപ്പന്മാരുണ്ട്. അതായത് രണ്ട് കാട്ടുവാസികളുണ്ട്. രണ്ട് കാട്ടുവാസി ഗ്രൂപ്പ്. മീൻസ് നമ്മൾ നേരത്തെ കണ്ട കുറച്ച് ആൾക്കാരില്ലേ, അത് വേറെ കാട്ടുമൂപ്പൻ. ഇപ്പൊ ഈ വരുന്ന മൂപ്പൻ വേറെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും പോലെയൊക്കെ തന്നെ ഇപ്പൊ വന്ന ഗ്രൂപ്പ് ആ ഐലൻഡിൽ എവിടെയാണ് താമസിക്കുന്നത്. മറ്റേ ഗ്രൂപ്പിന്റെ കൂടെ അല്ല താമസിക്കുന്നത്. എന്തായാലും ഈ ഗ്രൂപ്പിന്റെ തലവൻ എവയുടെ അച്ഛനാണ്. എന്തായാലും അച്ഛൻ 3 പേരെ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഈ 3 പേരിൽ ആരെങ്കിലും ആണോ എവയുടെ ഭർത്താവിനെ കൊന്നെന്ന് ചോദിക്കുമ്പോൾ ഈ 3 പേരും അല്ല. അതുകൊണ്ട് തന്നെ 3 പേരെയും അവിടെ വെച്ച് തന്നെ എവയുടെ അച്ഛന്റെ ആൾക്കാർ അടിച്ചു കൊന്നു കളയാണ്. ഇതെല്ലാം കാണുന്ന മുർണോയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. അവരാരെയും കൊല്ലല്ലെന്ന് മുർണോ പറഞ്ഞു വരുമ്പോഴായിരിക്കും ഡോക്ടർ അവനെ പിടിച്ച് മാറ്റുന്നത്. ഈ കാട്ടുവാസി ഗ്രൂപ്പുമായിട്ട് അടി ഉണ്ടാക്കിയ വലിയ പ്രശ്നത്തില്ലേ. അതുകൊണ്ട് തന്നെ മുർണോയ്ക്ക് പ്രശ്നം വരാതിരിക്കാനായിട്ടാണ് ആ ഡോക്ടർ അങ്ങനെ ചെയ്യുന്നത്. മുർണോയ്ക്ക് ആൾക്കാരെ കൊല്ലുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ കുതിരയെ കൊടുത്തിട്ട് ഈ ഒരു എവയെ രക്ഷിച്ചത്. പിന്നീട് ഈ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് എവയുടെ കൂടെ ഒരാളെ കൂടെ ആക്കുന്നുണ്ട്. എവയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ആൺ പയ്യനെ കൂടെ അവനെ അവിടെ ആക്കിയതിനു ശേഷം എവയുടെ അച്ഛനും ടീംസും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ മുർണോന്റെ കൂടെ എപ്പോഴും എവയും അതുപോലെ തന്നെ ആ പയ്യനും കൂടെ കാണും. മുർണോ ഒരു പ്രീസ്റ്റ് ആണല്ലോ. പള്ളി നിൽക്കുന്ന നേരത്തെല്ലാം ആ പയ്യനും അതുപോലെ തന്നെ എവയും കാണും. എന്തായാലും പള്ളിയിൽ പ്രാർത്ഥിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. മുർണോ ഓരോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് മുർണോയും അതുപോലെ തന്നെ പയ്യനും പിന്നെ എവയും കൂടെ വീട്ടിൽ പോകുമ്പോൾ ഈ പയ്യനില്ലേ, അവന് പ്രസിഡന്റിന്റെ മോളോട് ചെറിയ രീതിയിൽ ക്രഷ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ നോക്കിയിട്ടാണ് നടന്നു പോകുന്നത്. ആ പെൺകുട്ടിക്കും അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇത് പ്രസിഡന്റ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മുർണോയെ ശ്രദ്ധിക്കുന്നുണ്ട്. മുർണോയ്ക്ക് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. എന്നാൽ പ്രസിഡന്റിന് ഇത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനുശേഷം മുർണോ ഒരു കടയിൽ പോവാണ്. കൂടെ തന്നെ ആ 2 പിള്ളേരും ഉണ്ട്. ഈ കടയിലുള്ള മനുഷ്യൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. എന്ത് ചോദിച്ചാലും
പൈസയ്ക്ക് എടുത്ത് കൊടുക്കും. പൈസയ്ക്ക് കൊടുക്കത്തുള്ളൂ, ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല. എന്നാലും നല്ല സ്വഭാവമുള്ള മാന്യമായിട്ട് പെരുമാറാൻ അറിയാവുന്ന മനുഷ്യനാണ്. മുർണോയ്ക്ക് ആ മനുഷ്യന് ഒരുപാട് ഇഷ്ടമാണ്. ആ കടക്കാരനില്ലേ അദ്ദേഹം തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ഏവയ്ക്ക് ഡാൻസ് കളിക്കണമെന്ന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഏവേനെയും വിളിച്ചൊരു കാട്ടിൽ പോയിട്ട് അവൾക്ക് ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏവയും പതിയെ പതിയെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയാണ്. ഏവയ്ക്ക് കുറച്ചധികം ഇംഗ്ലീഷ് ഇപ്പൊ അറിയാം. കാരണം ഇംഗ്ലീഷുകാരുടെ കൂടാണല്ലോ താമസം. കാട്ടുവാസിയായിട്ടുള്ള ആ ഒരു ഭാഷയൊന്നുമല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്, പകരം നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ആ പയ്യൻ പള്ളിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അന്നേരം പ്രസിഡന്റിന്റെ മോൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ആദ്യമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല രീതിയിൽ അവിടെ വെച്ച് അടുക്കുകയാണ്. അന്നത്തെ രാത്രി അങ്ങനെ കടന്നു പോവാണ്. പിറ്റേ ദിവസം തന്നെ നമ്മുടെ മുർണോ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് ആ പയ്യനെയും അതുപോലെ തന്നെ പെൺകുട്ടീനെയും വിളിച്ചിട്ട് മുർണോ ആ ഒരു കടക്കാരനെ പോയി കാണുന്നുണ്ട്. കടക്കാരന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുകയാണ്. ഇപ്പൊ സാധനത്തിന്റെ പേര് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ ഏവയാണ്. ഏവയ്ക്ക് ഇപ്പൊ ഒരുപാട് ഇംഗ്ലീഷ് അറിയാം കേട്ടോ. എന്നാലും കുറച്ചൊക്കെ തെറ്റാണ്, എന്നാലും കറക്റ്റ് ആണ്. എന്തായാലും ഷോപ്പ് കീപ്പർ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് കടക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ കടക്കാരന്റെ ഓപ്പോസിറ്റ് വേറൊരു കട വരാൻ പോവാണ്. ആ കട അങ്ങനെ വരുവാണെങ്കിൽ ഇയാൾ ഈ കട പൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. കാരണം കച്ചവടമൊന്നും കിട്ടത്തില്ല. ഇങ്ങനെ ചെറിയ കടയാണ്, പക്ഷെ ഓപ്പോസിറ്റ് വരാൻ പോകുന്നത് വലിയ കടയാണ്. ഈ വിഷമം മുർണോനോട് പറയുമ്പോൾ അതൊന്നും സാരമില്ല, നമുക്കെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് ഈ കടക്കാരനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അന്ന് രാത്രി ഒരു ഡാൻസ് പാർട്ടി ഉണ്ട് കേട്ടോ. അതിന് പോകാനായിട്ട് ഏവയും അതുപോലെ തന്നെ മുർണോയെ റെഡി ആവുകയാണ്. ഏവേനെ റെഡിയാക്കുന്നത് നമ്മുടെ ലേഡി ഡോക്ടറാണ്. ഏവേനെ നല്ല രീതിയിലാണ് ലേഡി ഡോക്ടർ ഒരുക്കി പുറത്തോട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം മുർണോ എവേനെയും വിളിച്ചിട്ട് ആ ഒരു ഡാൻസ് നടക്കുന്ന സ്ഥലത്ത് ചെല്ലും. ചെറിയൊരു പാർട്ടി പോലെ അവിടെ ചെന്നിട്ട് രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കുകയാണ്. ഈ നേരെ പ്രസിഡന്റിന്റെ മോളെ കാണിക്കുകയാണെങ്കിൽ അവളും ആ ഒരു ഡാൻസ് പാർട്ടിയിലുണ്ട്. എന്നാൽ അവൾ ആരും അറിയാതെ അവിടെ നിന്ന് പതിയെ മാറിപ്പോകുന്നുണ്ട്. പക്ഷെ പ്രസിഡന്റ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രസിഡന്റിന് കാര്യം മനസ്സിലായി, മോൾക്ക് ആ പയ്യനെ ഇഷ്ടമാണെന്ന്. പക്ഷെ കാട്ടുവാസികളുമായിട്ടുള്ള കല്യാണമൊന്നും ഈ പ്രസിഡന്റിന് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു എതിർപ്പുണ്ട് അതിനെല്ലാം. എന്തായാലും അന്നത്തെ രാത്രി എവയും അതുപോലെ തന്നെ മുർണോയും നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് ഒക്കെ കളിച്ച് നല്ല സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുമ്പോൾ ഇവ എന്തോ കണ്ട് പേടിക്കുകയാണ്. മുർണോയും എത്രയും പെട്ടെന്ന് തന്നെ അകത്ത് എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു പയ്യൻ ഇവര് താമസിക്കുന്ന വീടില്ലേ അതിനുള്ളിൽ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇത് കാണുന്ന എവ ഒരുപാട് തകർന്നു പോയിട്ടുണ്ട്. മുർണോ പെട്ടെന്ന് തന്നെ ഓടി ആ പയ്യന്റെ അടുത്ത് ചെല്ലുകയാണ്. അവന്റെ തലയുടെ പിറകിൽ നോക്കുമ്പോൾ ഒരുപാടധികം ബ്ലഡ് പോയിട്ടുണ്ട്. പിന്നെ മുർണോയ്ക്ക് അവിടെ നിന്ന് ഒരു കർച്ചീഫും കിട്ടിയിട്ടുണ്ട്. ഈ കർച്ചീഫ് ഉപയോഗിക്കുന്നത് മറ്റാരുമല്ല, പ്രസിഡന്റിന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പൊ ഇത് ചെയ്തത് അസിസ്റ്റന്റ് ആണെന്ന് മുർണോയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുർണോയ്ക്ക് നല്ല ദേഷ്യമായിട്ട് എവേനെ അവിടെ ഒറ്റയ്ക്കാക്കുന്നുണ്ട്. എന്നിട്ട് നേരെ പോയി പ്രസിഡന്റിനെയും അസിസ്റ്റന്റിനെയും കാണാണ്. അവർ ആ പാർട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് തന്നെ അവരോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ആ പയ്യൻ എന്തിനാണ് കൊന്നു കളഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഈ പ്രസിഡന്റിന് വാശി തോന്നിയിട്ട് മോളെ ഇഷ്ടപ്പെടുന്നതല്ലേ, അതുകൊണ്ട് കൊന്നതാവാം. നമുക്കറിയില്ല എന്താണ് സംഭവം എന്ന്, ആരാണ് കൊന്നത്, ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. ഇനി ചിലപ്പോൾ ആ പെൺകുട്ടിയാണെങ്കിലോ ഒന്നും അറിയില്ല. എന്തായാലും അന്ന് രാത്രി ഇവ പുറത്തു വന്നിരുന്ന് നല്ല രീതിയിൽ കരയുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ ബന്ധുവാണ്, റിലേറ്റീവ് ആണ് ഈ പയ്യൻ. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവാണ്. പിറ്റേ ദിവസം തന്നെ ആ പയ്യന്റെ ബോഡിയിൽ എന്തൊക്കെയോ പച്ചലേക്ക് വെച്ചിട്ട് അത് പൊതിയുന്നുണ്ട്. ഇതെല്ലാം നോക്കി മുർണോ ആകെ വിഷമിച്ച് പുറത്ത് നിൽക്കുമ്പോഴായിരിക്കും പ്രസിഡന്റിന്റെ അസിസ്റ്റന്റ് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നമ്മുടെ മുർണോയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പയ്യനെ കൊന്ന് ആളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങേരെ ഞങ്ങൾ അവിടെ പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന മുർണോ അയാളെ കാണാനായിട്ട് ചെല്ലും. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് മറ്റാരും അല്ല, അത് ആ പാവം കടക്കാരനാണ്. ഈ കടക്കാരൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് മുർണോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മുർണോ ഓടി ചെന്ന് ആ ഒരു അയാളെ സമാധാനപ്പെടുത്തുകയാണ്. പക്ഷെ ഇവരെല്ലാരും കൂടെ കുറ്റം അയാളുടെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ അയാളെ നല്ല രീതിയിൽ ഇവരെല്ലാരും കൂടെ തല്ലിയിട്ടുണ്ട്. ഇതൊന്നും മുർണോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവര് താമസിക്കുന്ന സ്ഥലമല്ലേ, മുർണോയ്ക്കൊന്നും എതിർത്ത് പറയാനായിട്ടൊന്നും പറ്റത്തില്ല. എന്തായാലും മുർണോയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് മാറിപ്പോവാണ്. പിന്നീട് മുർണോ ചെല്ലുന്നത് ആ പയ്യനെ കിടത്തിക്കുന്ന സ്ഥലമില്ലേ, അവന്റെ ബോഡി കിടത്തിക്കുന്ന സ്ഥലത്ത് അവിടാണ്. അവിടെ വന്ന് നിൽക്കുമ്പോൾ അങ്ങോട്ട് ആ ഒരു പെൺകുട്ടി വരുന്നുണ്ട്, പ്രസിഡന്റിന്റെ മോള്. അവളൊരു കുതിരപ്പുറത്താണ് വരുന്നത്. ആ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിനുള്ളിൽ കയറും. ആ പയ്യനെ കാണുമ്പോൾ അവൾക്ക് വിഷമം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അതിനർത്ഥം അവളല്ല അവനെ കൊന്നത്. അവനെ ചെന്ന് പതിയെ തൊടാനായിട്ട് നിൽക്കുമ്പോൾ അവളുടെ കൈയൊക്കെ വിറയ്ക്കുകയാണ്. ഇത് കാണുന്ന ഏവയുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് പതി അവന്റെ ദേഹത്ത് വെക്കുകയാണ്. ഇതോടായപ്പോ പ്രസിഡന്റിന്റെ മോൾക്ക് വിഷമം വന്നിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ കരയാണ്. അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പയ്യനായിരുന്നു അത്. എന്നാൽ സ്വന്തം അച്ഛൻ തന്നെ കൊന്നു കളഞ്ഞു എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. സത്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. ആ പയ്യനെ ആരോ കൊലപ്പെടുത്തിയതാണ്. എന്നാൽ ആരാണ് കൊലപ്പെടുത്തിയതെന്ന് നമുക്കറിയില്ല. കുറച്ചു കഴിഞ്ഞ് പ്രസിഡന്റിന്റെ മോള് പുറത്തോട്ടിറങ്ങി വന്നിട്ട് മുർണോനോട് പറയും, അവളൊരു കുതിരയുടെ പുറത്ത് വന്നില്ലേ, ആ കുതിരയെ മുർണോയ്ക്ക് കൊടുക്കാന്ന് പറയുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, ആ പയ്യന്റെ ബോഡി കുറച്ച് ദൂരം കൊണ്ടുപോകാനുണ്ട്. അപ്പൊ കുതിരയുടെ ദേഹത്തെ കെട്ടി വലിക്കുകയാണെങ്കിൽ അത്രയും കഷ്ടപ്പെടണ്ട. അപ്പൊ ആ പെൺകുട്ടി കുതിരയും കൊടുത്തിട്ട് മുർണോനോടൊരു ഭയം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം മുർണോയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയും, അതായത് ഏവയില്ലേ, ഏവയും പിന്നെ ഡോക്ടറും പിന്നെ ആ കുതിരയും കൂടെ അങ്ങനെ പോവാണ്. കുതിരപ്പുറത്ത് ആ പയ്യന്റെ ബോഡിയുണ്ട്. അവരെല്ലാരും കൂടെ അങ്ങനെ പോകുമ്പോഴായിരിക്കും പ്രസിഡന്റും അസിസ്റ്റന്റും കൂടെ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് മുർണോനോടൊരു കാര്യം പറയും, നേരത്തെ ഇവര് എല്ലാരും കൂടെ ഒരാളെ അടിച്ച് കെട്ടിവെച്ചില്ലായിരുന്നോ, ഒരു കടക്കാരനെ, ഈ പയ്യനെ കൊന്നെന്ന് പറഞ്ഞിട്ട് അയാൾ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്തയാണ് വന്ന് പറഞ്ഞത്.
പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്ന മുർണു ആണെങ്കിൽ ആകെ തകർന്നു പോകും. കാരണം അങ്ങേര് ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് എല്ലാ ആൾക്കാരും കൂടെ അങ്ങേരെ കുറ്റക്കാരനാക്കിയതാണ്. അപ്പൊ ആ ഒരു വിഷമം സഹിക്കാൻ വയ്യാതെയാണ് അങ്ങേര് മരണപ്പെട്ടത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത്. അയാളെ ഈ ഐലൻഡിൽ വെച്ച് ശിക്ഷിക്കാൻ പറ്റത്തില്ല. പകരം കപ്പൽ വഴി വേറെ ജയിലുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകുന്ന വഴിക്കാണ് അങ്ങേര് ആ കപ്പലിൽ തൂങ്ങി മരിച്ചത്. എന്തായാലും ഇപ്പൊ മുർണു ആണെങ്കിൽ ഇത് കേട്ട് ആകെ തകർന്നിട്ട് അവിടെ നിന്ന് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ അസിസ്റ്റന്റും അതുപോലെ തന്നെ പള്ളിയിലച്ഛനും കൂടെ വന്നിട്ട് മുർണുവിനോട് ഇവിടെ നിന്ന് പോകാൻ പാടില്ല, ഞങ്ങൾക്ക് ഒരു പള്ളിയിലച്ഛനെ വേണം, അതുകൊണ്ട് തന്നെ ഈ ബോഡിയുടെ പിന്നാലെ നടക്കാതെ വന്ന് പ്രാർത്ഥന ചൊല്ലാനായിട്ട് പറയും. പക്ഷെ മുർണു ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കെന്ന് പറഞ്ഞിട്ട് മുർണു ഡോക്ടറിനെയും അതുപോലെ തന്നെ കുതിരനെയും ഏവേനെയും വിളിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അസിസ്റ്റന്റും അതുപോലെ തന്നെ പ്രസിഡന്റ് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് കിടക്കാനായിട്ട് സ്ഥലം തന്നത് ഞങ്ങളാണ്, നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞങ്ങളാണ്, എന്നിട്ട് ഞങ്ങൾ പറയുന്ന കേൾക്കാതെ പോവുമെങ്കിൽ നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മുർണുവിന് ഒരുപാടധികം പണി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ മുർണു ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവാണ്. പിന്നീട് ഇവരെല്ലാരും കൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ സഞ്ചരിച്ച് രാത്രിയാവുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ മുർണു അവന്റെ ബുക്ക് എടുത്തിട്ട് ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ട് ഡോക്ടർ വന്നിട്ട് അവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഇവർ രണ്ടൊരു സംസാരമായിട്ട് ആ ഡോക്ടറിന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ കാര്യമൊക്കെ ആ ഡോക്ടർ പറയുന്നുണ്ട്. എന്തായാലും ആ ലേഡി കുറച്ചധികം വിഷമിക്കുകയാണ്. അന്നത്തെ ദിവസം ഇവരെല്ലാരും കൂടെ കിടന്നുറങ്ങി ദിവസം കടന്നു പോവാണ്. അങ്ങനെ പിറ്റേന്നാകുമ്പോൾ ഇവരെല്ലാരും കൂടെ വീണ്ടും യാത്ര തിരിക്കുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് അവസാനം ഏവയുടെ അച്ഛന്റെ ഗ്രാമത്തിൽ എത്തുന്നുണ്ട്. അച്ഛൻ മൂപ്പനായിട്ടിരിക്കുന്ന ആ ഗ്രാമത്തില്. അവിടെ ചെല്ലുമ്പോൾ തന്നെ എല്ലാ ആൾക്കാരും പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. ഇത് കാണുന്ന ഏവ കരഞ്ഞിട്ട് ആ ബോഡിയും കൊണ്ട് അകത്തോട്ട് കയറി ചെല്ലുകയാണ്. എല്ലാ ആൾക്കാരും വന്ന് ആ ബോഡി എടുത്തോണ്ട് പോകുന്നുണ്ട്. അതിന് ഇനി അവരുടെ ആചാരപ്രകാരം നശിപ്പിച്ച് കളയാനായിട്ട് പോവാണ്. എന്ത്? ആ ബോഡീനെ. അങ്ങനെ ആചാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി മുർണു അതുപോലെ തന്നെ മൂപ്പൻ, ഡോക്ടർ, പിന്നെ ഏവ, പിന്നെ വേറെ കുറച്ച് ആൾക്കാർ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിയാണ്. ഈ ഫുഡ് കഴിക്കുന്ന നേരത്ത് മൂപ്പൻ നമ്മുടെ മുർണുവിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ആ പയ്യനെ കൊന്നത്? ആ ഗ്രാമത്തിലുള്ള ആരാണ് കൊന്നതെന്ന് പറഞ്ഞാൽ അവരെ ഞാൻ കൊന്നു കളയാന്ന്. പക്ഷെ മുർണുവിനും അറിയത്തില്ല ആരാ കൊന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും അറിയാതെ കൊല്ലാനായിട്ട് പാടില്ല. പകരം അവരെല്ലാരും താമസിക്കുന്നത് ഈ മൂപ്പന്റെ ഐലൻഡിലാണ്. ഈ കാട്ടുവാസികളുടെ ഐലൻഡാണ് ഇത്. അവിടെ സാധാരണ മനുഷ്യർ വന്ന് ജീവിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അവര് വാടക കൊടുക്കണം താമസിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ മൂപ്പനോട് റെന്റ് കൂട്ടാനായിട്ട് പറയും, വാടക കൂട്ടി വാങ്ങാനായിട്ട് പറയും. അതിന് മൂപ്പ സമ്മതിക്കുകയാണ്. പ്രതികാരമൊന്നും ചെയ്യുന്നില്ല എന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഈ മുർണും അതുപോലെ തന്നെ മൂപ്പനും കൂടെ സംസാരിക്കുന്നതുണ്ടല്ലോ, അതൊരിക്കലും ഇംഗ്ലീഷിലല്ല. പകരം ഇതിന്റെ ഇടയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഡോക്ടറുണ്ട്. ഡോക്ടറിന് ഈ കാട്ടുവാസികളുടെ ഭാഷ അറിയാം. അപ്പൊ എല്ലാ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ലേഡി ഡോക്ടറാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ മുർണു അവന്റെ ബുക്ക് എടുത്തിട്ട് അവിടെയുള്ള ഓരോ ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയാണ്. അങ്ങനെ ചിത്രം വരയ്ക്കുമ്പോഴായിരിക്കും ഒരു അപ്പൂപ്പൻ എന്താ പറയാ കുറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരാൾ കമ്പിയിൽ ഫുഡ് കുത്തി കൊടുക്കുമ്പോൾ അതിരുന്ന് കഴിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് മുർണു അങ്ങേരെ വരയ്ക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മുർണു അങ്ങേരെ നോക്കുമ്പോൾ ഇങ്ങേർക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുർണു പതിയെ ചിത്രമൊക്കെ വരച്ചതിന് ശേഷം അവിടെ നിന്ന് മാറിപ്പോവാണ്. എന്തായാലും അങ്ങേരെ ഒന്ന് നോക്കി വെക്കുന്നുണ്ട്. അങ്ങേരെ കാണുമ്പോൾ എനിക്ക് ആട്ടാമ്പുഴുവിനെയാണ് ഓർമ്മ വരുന്നത്. ഒന്ന് നോക്കിയേ, തലയിൽ 2 കൊമ്പ്, അതുപോലെ തന്നെ ആട്ടാമ്പുഴുവിനെ പോലെ കുറെ അധികം പൂടകളൊക്കെ ഇല്ലേ? എനിക്ക് എങ്ങനെയാണ് തോന്നിയത്? നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? എന്തായാലും അങ്ങനെ 2-3 ദിവസം കടന്നു പോകുന്നുണ്ട്. മുർണു ഒരു ദിവസം അവന്റെ ബുക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും എന്തോ ഒരു വെടിശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ അവന്റെ ബുക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവൻ ആ ശബ്ദം കേട്ടെടുത്തോട്ട് പോകും. ഇത് ആട്ടാമ്പുഴു അപ്പൂപ്പൻ കേൾക്കുന്നുണ്ട്. മുർണു അവിടെ നിന്ന് മാറിപ്പോയതും ഒരു പയ്യനെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ മുർണുവിന്റെ ബുക്ക് ആ ആട്ടാമ്പുഴു അപ്പൂപ്പൻ എടുക്കുകയാണ്. അത് വായിച്ചു നോക്കുന്നുണ്ട്, അതായത് തുറന്നു നോക്കുന്നുണ്ട്. വായിക്കാനൊന്നുമില്ല, ഒരുപാടധികം ചിത്രങ്ങൾ അതിനകത്തുണ്ട്. അതെല്ലാം ഈ ഒരു അപ്പൂപ്പൻ നോക്കുകയാണ്. ഇപ്പൊ മുർണു ആ വെടിശബ്ദം കേട്ട സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഏവയും അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാരും കൂടെ തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. എന്നാൽ അവരാരും ഷൂട്ട് ചെയ്യുന്ന അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ മുർണു ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, തോക്ക് ഇങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ സ്പീഡിൽ റീലോഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഏവയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവളും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാണ്. അന്ന് രാത്രിയാകുമ്പോൾ മുർണുവിനെയും അതുപോലെ തന്നെ ലേഡി ഡോക്ടറിനെയും കൂടെ മൂപ്പം വിളിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ ലേഡി ഡോക്ടറും അതുപോലെ തന്നെ മുർണുവും ചെല്ലുകയാണ്. മുർണുവിനോട് ആ ബുക്ക് എടുത്ത് കാണിച്ചിട്ട് ആട്ടാമ്പുഴു അപ്പൂപ്പനും അതുപോലെ തന്നെ മൂപ്പനും കൂടെ ചോദിക്കും, എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയോ നമ്മളിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ ബുക്കിൽ എന്താ കുറെ അധികം സോൾജേഴ്സിന്റെ ചിത്രം വരച്ചു വെച്ചേക്കുന്നതെന്ന്. മുർണു അവന്റെ ബുക്കിൽ കുറെ അധികം ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ യുദ്ധം ചെയ്യുന്നതും കുറെ ആൾക്കാരെ കൊല്ലുന്നതും കുറെ ആൾക്കാരെ കെട്ടിത്തൂക്കി മരിച്ചേക്കുന്നതും അങ്ങനെ കുറെ അധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഡൗട്ടായിട്ടാണ് ആട്ടാമ്പുഴുവും അതുപോലെ തന്നെ മറ്റേ മൂപ്പനും കൂടെ നമ്മുടെ മുർണുവിനോട് ഇത് ചോദിക്കുന്നത്. മുർണു ഇത് കേട്ടതും അവൻ മറച്ചു വെക്കാനൊന്നും നിൽക്കുന്നില്ല. അവന്റെ കാര്യങ്ങളൊക്കെ പറയാണ്. അവൻ പണ്ടൊരു സോൾജർ ആയിരുന്നു. ഈ സോൾജർ എന്നൊക്കെ പറഞ്ഞാൽ കുറെ ആൾക്കാരെ കൊല്ലണ്ടേ. ഈ കൊല്ലുന്ന കൂട്ടത്തില് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യത്തിന്റെ സ്ത്രീകളെയും അതുപോലെ തന്നെ കുട്ടികളെയും കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാടധികം പാവപ്പെട്ട മനുഷ്യരുടെ മരണം അവൻ മുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇതൊന്നും താങ്ങാൻ വയ്യാതെ അവൻ ആ ഒരു പട്ടാള ജോലി വിട്ടിട്ട് പ്രീസ്റ്റ് ആയിട്ട് മാറിയതാണ്. ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്ന് കരയാണ്. ഇത് കാണുന്ന മൂപ്പൻ നമ്മുടെ മുർണുവിനെ സമാധാനപ്പെടുത്തും. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഒരു യുദ്ധമാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആര് ജയിക്കുന്നതില്ല എന്നതിലാണ് കാര്യം, ഒരിക്കലും മരണമല്ല. എത്ര പേര് മരിച്ചെന്ന് ആരും നോക്കില്ല, ആരാണ് ജയിച്ചെന്നേ നോക്കൂ. അതുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് മുർണുവിന് ഒരുപാട് വിഷമമായിട്ട് അവൻ അവന്റെ വീട്ടിൽ വന്നിരുന്ന് കരയാണ്. അപ്പോഴായിരിക്കും ലേഡി
ലേഡി ഡോക്ടർ അങ്ങോട്ട് വരുന്നത് മുർണുവിനെ സമാധാനപ്പെടുത്തുന്നത്. അങ്ങനെ സമാധാനപ്പെടുത്തി അവസാനം ഇവർ രണ്ടുപേരും കൂടെ അടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അന്നത്തെ രാത്രി ഇവര് ബന്ധപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ മുർണു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ലേഡി ഡോക്ടറിന്റെ ശരീരത്തിലാകെ നോക്കുകയാണ്. മുതുകത്താവട്ടെ കുറേയധികം വരകളുണ്ട്, ആരൊക്കെ അടിച്ച് മുറിവേൽപ്പിച്ചതുപോലെ. അപ്പോഴായിരിക്കും ലേഡി ഡോക്ടർ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. എണീറ്റിട്ട് അവരവരുടെ കഥ പറയാനായിട്ട് തുടങ്ങും. പണ്ട് ഇവരവരുടെ രാജ്യത്ത് ജീവിച്ചിരുന്നു, ഐലൻഡിലല്ല രാജ്യത്ത്. ആ രാജ്യത്ത് ഇവർ ഒരുപാട് കഠിനമായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പൈസ തികയാത്തത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം ഇവർ കുറച്ച് മൈദ മാവും അതുപോലെ തന്നെ ഈസ്റ്റും മോഷ്ടിച്ചു. അങ്ങനെ ഈ മോഷണം ആ രാജ്യക്കാർ പിടിച്ചിട്ട് ഇവരെ ജയിലിലിടാനായിട്ട് കപ്പൽ കയറ്റി വിട്ടു. എന്നാൽ ആ കപ്പലിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കപ്പൽ കുറെ കൊള്ളക്കാരെ ആക്രമിച്ചു. ആ കപ്പലിലുള്ള കുറെ ആൾക്കാരെ കൊന്നെങ്കിലും അവർ ഒരുപാട് പീഡിപ്പിച്ചിട്ട് വെറുതെ വിട്ടു. ഇവരുടെ മുതുകത്തൊക്കെ കുറേയധികം പാടുകളില്ലേ, അത് അവർ ഉപദ്രവിച്ചതാണ്. ആര്? ആ കടൽ കൊള്ളക്കാർ ഉപദ്രവിച്ചതാണ്. പിന്നീട് മുർണുവും അതുപോലെ തന്നെ ലേഡി ഡോക്ടറും കൂടെ പുറത്തു വന്ന് നിന്ന് ജോലി ചെയ്യാണ്. ഇപ്പൊ രണ്ടുപേരും നല്ല കൂട്ടുകാരാണ് കേട്ടോ. നേരത്തെ കൂട്ടുകാരായിരുന്നു, ഇപ്പൊ കപ്പിൾസായി മാറിയിട്ടുണ്ട്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് കപ്പലിലെ ക്യാപ്റ്റൻ വരുന്നത്. ക്യാപ്റ്റൻ വന്നിട്ട് മുർണുവിന് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുകയാണ്. ക്യാപ്റ്റൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കുന്നതാണ്. കുറച്ച് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ക്യാപ്റ്റൻ വന്നപ്പോൾ കുറേയധികം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, തോക്ക് പോലത്തെ സാധനങ്ങൾ. ഇത് മൂപ്പനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മൂപ്പനോട് 200 ബക്കറ്റ് ഉരുളക്കിഴങ്ങില്ലേ, അതും പിന്നെ എത്ര ഡോളറും ചോദിക്കുന്നുണ്ട്. പക്ഷെ മൂപ്പൻ പറയും ഒന്നെങ്കിൽ പൈസ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, ഏതെങ്കിലും ഒന്നേ തരത്തോളന്ന്. പക്ഷെ ഈ തോക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ പൈസയും വേണമെന്ന് ക്യാപ്റ്റൻ ഉറപ്പിച്ച് പറയാണ്. അതുകൊണ്ട് തന്നെ അതിന് മൂപ്പൻ സമ്മതിക്കും. ഇത് പുതിയ മോഡൽ തോക്കാണ്, പെട്ടെന്ന് റീലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് വാങ്ങിച്ചു വെക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ഈ തോക്കൊക്കെ കണ്ട മുർണു ആണെങ്കിൽ അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യം പറയും, ഒരിക്കലും ഈ തോക്കൊന്നും വാങ്ങിച്ച് യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കില്ല. യുദ്ധം നമ്മുടെ മനസ്സമാധാനം കെടുത്തും, അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. യുദ്ധമൊന്നും വേണ്ട, തോക്കൊന്നും വേണ്ട എന്ന് മൂപ്പനോട് പറയുമ്പോൾ മൂപ്പൻ പറയും, നമ്മളെ ആക്രമിക്കാനായിട്ട് ഓപ്പോസിറ്റ് ഒരു ഗ്യാങ് കൂടെ ഉണ്ട്, ഒരു ഗ്രൂപ്പ്, എന്റെ മോളുടെ ഭർത്താവിനെയൊക്കെ കൊന്ന ഗ്രൂപ്പ്. അവരെന്തായാലും നമ്മളെ ആക്രമിക്കാനായിട്ട് വരും. ഇപ്പൊ ഞാൻ ഈ തോക്ക് വാങ്ങണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ അയാളെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ദൈവവിശ്വാസത്തിലോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അങ്ങേര് ആരെയും ആക്രമിക്കത്തില്ലല്ലോ. അങ്ങനെ അങ്ങേര് നിങ്ങൾ പറയുന്നത് കേൾക്കുവാണെങ്കിൽ ഞാൻ മുർണു പറയുന്നത് പോലെ ഒരു ദൈവവിശ്വാസിയായിട്ട് മാറാം, ആരെയും ആക്രമിക്കാനോ ഒന്നിനും പോകത്തില്ല, ഒരു സമാധാന പ്രിയനായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട്. എന്താന്ന് മനസ്സിലായോ? ഇപ്പൊ മുർണു ആ ഒരു കാട്ടാളന്മാരുടെ ഐലൻഡിൽ പോയിട്ട്, ഈ ഐലൻഡിന്റെ വേറൊരു ഭാഗമാണ്, അവിടെ പോയിട്ട് അവന്മാരെ എല്ലാവരും ദൈവവിശ്വാസിയാക്കണം. അപ്പൊ അവന്മാരെ ആക്രമണ സ്വഭാവം അങ്ങ് നിർത്തി വെക്കുമല്ലോ, യുദ്ധം ചെയ്യില്ലല്ലോ. ഇത് മൂപ്പം പറയുമ്പോൾ മുർണു അതിന് സമ്മതിക്കുകയാണ്. മുർണു ഐലൻഡിൽ പോയിട്ട് അതെല്ലാം നേരെയാക്കാം, അവരോട് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് മുർണു ഷിപ്പ് കയറിയിട്ട് ഈ ഐലൻഡിന്റെ മറ്റൊരു ഭാഗത്ത് പോകാനായിട്ട് ഇരിക്കുമ്പോൾ ലേഡി ഡോക്ടർ വന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. സൂക്ഷിച്ചു പോകണം, അവന്മാരെല്ലാം കാട്ടാളന്മാരാണ്, നിങ്ങളെ കൊന്നു കളയാൻ വരെ അവര് മടിക്കത്തില്ല, അതുകൊണ്ട് സൂക്ഷിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുർണുവിനെ അവിടെ നിന്ന് യാത്രയാക്കാണ്. മുർണുവും അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഷിപ്പിൽ കയറിയിട്ട് ആ കടൽ വഴി അങ്ങനെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ച് അവസാനം ഈ ഐലൻഡിന്റെ ഒരു ഭാഗത്തെത്തുന്നുണ്ട്. അതായത് ആ കാട്ടാളന്മാരൊക്കെ വസിക്കുന്ന ഒരു ഭാഗം. കാട്ടിലൂടെ ചുറ്റി പോകുന്നതിനെക്കാട്ടി എളുപ്പമാണ് കടൽ വഴി ബോട്ടിൽ പോകാൻ, അതുകൊണ്ടാണ് ഇവർ ഷിപ്പിൽ പോകുന്നത്. എന്തായാലും അവിടെ എത്താറാകുമ്പോഴായിരിക്കും നമ്മുടെ മുർണു റൂമിലോട്ട് വരുന്നത് സാധനങ്ങളൊക്കെ എടുക്കാൻ. ആ റൂമിൽ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? നമ്മുടെ ഏവയാണെങ്കിൽ അവിടെ നിപ്പുണ്ട്. ഏവയോട് നീ എന്താ ഇവിടെ, നീ വന്നാ അവര് നിന്നെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ് മുർണു ടെൻഷൻ ആവുകയാണ്. പക്ഷേ ഏവ പറയും, ഞാൻ മൂപ്പന്റെ മോളാണ്, അതുകൊണ്ട് തന്നെ അങ്ങേര് എനിക്ക് ബഹുമാനം തരുമെന്ന്. നമ്മൾ നേരത്തെ ബഹുമാനം കണ്ടതല്ലേ, ഏവേനെയും അതുപോലെ തന്നെ ഭർത്താവിനെയും കൊല്ലാനായിട്ട് പോയത്. ഭർത്താവിനെ കൊന്നു കളഞ്ഞു, ഏവേനെ കൊല്ലാനായിട്ട് പോയി. അതുകൊണ്ട് തന്നെ മുർണു അവളോട് പറയും, നീ എന്റെ കൂടെ വരാനായിട്ട് പാടില്ല, ഈ ഷിപ്പിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നതായിരിക്കും നല്ലത്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏവേനെ അവിടെ ആക്കിയിട്ട് മുർണും അതുപോലെ തന്നെ ക്യാപ്റ്റനും വേറെ കുറച്ച് ആൾക്കാരും കൂടെ ബോട്ടിൽ കയറിയിട്ട് ആ ഒരു സ്ഥലത്തോട് ചെല്ലുകയാണ്. ആ ഐലൻഡിന്റെ വേറൊരു ഭാഗത്ത്, കാട്ടാളന്മാര് താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത്. അങ്ങനെ ഒരു ബോട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് ആ ഒരു കരയിലൂടെ നടന്ന് കാടിന്റെ ഭാഗത്തെത്തി അവസാനം കാട്ടാളന്മാരുടെ സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ തന്നെ മുർണുവിന്റെ കുതിരയെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, ആ ഒരു വെള്ള കുതിര. അതിനെ കണ്ടതും അവൻ ഓടി ചെന്ന് അതിന് തലോടുകയാണ്. എന്തായാലും അവന്റെ ഒരു കുതിരയില്ലേ, അത്രയധികം സ്നേഹം കാണില്ലേ, ആ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അപ്പൊ ആ കുതിരയോടുള്ള സ്നേഹം കാരണം അവൻ അതിനെ പോയി തടവുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടത്തെ കാട്ടാള മൂപ്പന്റെ ഒരു എന്താ പറയാ ഒരു അടിയാള് അവൻ അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. അവൻ ഇതങ്ങോട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. മുർണുവിനെ ഇപ്പൊ കുത്തും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്, പക്ഷെ കുത്തിയില്ല. ഇതേ നേരം തന്നെ ഏവനെ കാണിക്കുകയാണെങ്കിൽ ഏവ ആരും അറിയാതെ തന്നെ ആ ഷിപ്പിനുള്ളില് കുറെ അധികം തോക്കൊക്കെ എടുത്തു വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണോ എന്തോ ഈ തോക്കൊക്കെ, എന്തായാലും തോക്കൊക്കെ എടുത്തു വെച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോ മുർണുവിനെ കാണിക്കുമ്പോൾ മുർണു മൂപ്പനുമായിട്ട് ഒരു സ്ഥലത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണ്. അവിടെ തന്നെ മൂപ്പന്റെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ഇപ്പൊ മുർണു അവന്റെ കാര്യങ്ങളൊക്കെ പറയാണ്. എന്ത് കാര്യം? ദൈവവിശ്വാസത്തിലോട്ട് വരണം, യുദ്ധം ചെയ്യാൻ പാടില്ല, സമാധാനത്തിന്റെ പാതയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ മൂപ്പൻ ഇതൊന്നും പറയുന്ന കേൾക്കുന്നില്ല. അങ്ങേര് പറയുന്നത് യുദ്ധം ചെയ്താൽ മാത്രമേ നമുക്ക് രാജ്യം പിടിച്ചെടുക്കാനായിട്ട് പറ്റൂ, മണ്ണ് പിടിച്ചെടുക്കാനായിട്ട് പറ്റൂ, അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്തേ പറ്റൂ, നിങ്ങളെയും കൊല്ലുമെന്ന് പറയുമ്പോൾ മുർണുവിന്റെ കഴുത്തില് നമ്മൾ നേരത്തെ ഒരുത്തനെ കണ്ടില്ലേ, കുതിരയെ തൊട്ടപ്പോൾ ദേഷ്യപ്പെട്ട് നിന്ന് ഒരു കാട്ടാളൻ, അവനൊരു കത്തിയെടുത്ത് മുർണുവിന്റെ കഴുത്തിൽ വെക്കുന്നുണ്ട്. ഇത് കാണുന്ന മൂപ്പൻ മുർണുവിനോട്, നിന്റെ ജീവൻ വേണമെങ്കിൽ എന്റെ അടുത്ത്
തെണ്ടാനായിട്ട് പറയും. പക്ഷെ മുർണു അങ്ങനെ ചെയ്യത്തില്ല. മുർണുവിന്റെ ഈ ധൈര്യം കണ്ടിട്ട് മുർണുവിനെ വെറുതെ വിട്ടയക്കാണ്. മുർണു പുറത്തോട്ടിറങ്ങുമ്പോൾ മൂപ്പന്റെ മോൻ അവിടെ നിൽപ്പുണ്ട്. ഈ മൂപ്പന്റെ മോനെ മനസ്സിലായോ? ആദ്യത്തെ സീനില് മുർണു ഒരു ചിത്രം വരച്ചില്ലേ, അത് ഈ പയ്യന്റെ ആയിരുന്നു. എന്തായാലും ആ നന്ദിയൊന്നും ഈ പയ്യൻ ഇല്ല കേട്ടോ. അത്രയും നാള് കപ്പലിൽ ഒരുമിച്ച് സഞ്ചരിച്ചല്ലേ, ആ ഒരു അടുപ്പമൊന്നും ഇല്ല. എന്തായാലും ഈ നേരം മൂപ്പനെ കാണാനായിട്ട് മറ്റേ ക്യാപ്റ്റൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. തോക്ക് കൊണ്ടുവന്ന് മൂപ്പന് കൊടുക്കുകയാണ്. ഏത്? കാട്ടാള മൂപ്പൻ. ഈ കാട്ടാള മൂപ്പന് ഈ തോക്ക് വേണം. പക്ഷെ തോക്ക് കൊടുക്കണമെങ്കിൽ തിരിച്ചെന്തേലും കൊടുക്കണമല്ലോ. 200 ബക്കറ്റ് ഉരുളക്കിഴങ്ങ് ചോദിക്കും. പക്ഷേ ഈ മൂപ്പൻ അത് കൊടുക്കത്തില്ല. പകരം തോക്ക് എടുത്തിട്ട് ക്യാപ്റ്റനെ നെഞ്ചത്ത് തന്നെ തുളയിടുകയാണ്. അവിടെ വെച്ച് തന്നെ ക്യാപ്റ്റനെ കൊന്നു കളയുന്നുണ്ട്. ഇത് കാണുന്ന ക്യാപ്റ്റന്റെ വേറെ കുറച്ച് ആൾക്കാർ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുമെങ്കിലും ഇവന്മാർ ആൾബലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടുവാസികൾ ജയിക്കുകയാണ്. എല്ലാ ആൾക്കാരെയും ഷൂട്ട് ചെയ്തും അതുപോലെ തന്നെ വെട്ടിയും കൊല്ലുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ മുർണു ഇതെല്ലാം കണ്ട് അവന്റെ കുതിരയുടെ അടുത്ത് നിൽപ്പുണ്ട്. പെട്ടെന്ന് തന്നെ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, ഒരു സീറ്റ് പോലെ. അത് സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് കുതിരയുടെ മുകളിൽ വെക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു കാട്ടാളനെ കണ്ടില്ലേ, നമ്മുടെ മുർണുവിന്റെ ശത്രു. അവിടെ വെച്ച് മുർണുവിന്റെ കഴുത്തിൽ കത്തി വെച്ചില്ലേ, അവൻ തന്നെ. അവൻ വന്ന് മുർണുവിനെ പിടിക്കാനായിട്ട് നോക്കുമ്പോൾ മുർണു ആ സീറ്റ് ഇട്ട് അവന്റെ തലക്കടിക്കുകയാണ്. എന്നിട്ട് അവൻ മാറിപ്പോകുന്നില്ല. വീണ്ടും ആക്രമിക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവന്റെ നെഞ്ചത്തൊരു തുള വീഴാണ്. ആരോ ഷൂട്ട് ചെയ്തതാണ്. നോക്കുമ്പോൾ മറ്റാരുമല്ല, നമ്മുടെ ഏവയാണ്. ഏവ തോക്ക് എടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ മുർണു സീറ്റ് എടുത്ത് കുതിരയുടെ മുതുകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏവേനെയും കുതിരപ്പുറത്ത് കയറ്റിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. ബാക്കിയുള്ള കാട്ടാളന്മാർ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുമെങ്കിലും അതൊന്നും കൊള്ളില്ല. ഇവരെങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഇപ്പൊ ഈ കാട്ടാളന്മാരെല്ലാരും കൂടെ ക്യാപ്റ്റനൊക്കെ വന്ന ഷിപ്പില്ലേ അതിൽ കയറുന്നുണ്ട്. ആ കപ്പലിൽ ഉണ്ടായിരുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ആ സാധാരണപ്പെട്ട മനുഷ്യരെയും ഇവരെല്ലാരും ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ആ കപ്പൽ കാട്ടാളന്മാരെല്ലാരും കൂടെ പിടിച്ചെടുക്കുകയാണ്. എന്തായാലും ഇപ്പം എവയും അതുപോലെ തന്നെ മുർണും കൂടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ട് ഒരു സ്ഥലത്തിരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. വീണ്ടും യാത്ര ചെയ്യും. രാത്രിയാവുകയാണ്. പിന്നെയും ദിവസങ്ങൾ യാത്ര ചെയ്ത് എങ്ങനെയൊക്കെയോ അവര് ഇവയുടെ അച്ഛൻ്റെ അടുത്ത് എത്തിപ്പെടുന്നുണ്ട്. അതായത് അടുത്ത ഗ്രൂപ്പിന്റെ അടുത്ത് എത്തിപ്പെടുന്നുണ്ട്. ഇത് ഇവരുടെ സ്ഥലമാണ്, ഇവർക്ക് സേഫ് ആയിട്ട് നിൽക്കാം. ഇപ്പം എവയും അതുപോലെ തന്നെ മുർണും കൂടെ ഓടി വന്നിട്ട് അച്ഛനോട് കാര്യം പറയാണ്. എവയുടെ അച്ഛനോട് അവരെല്ലാരും നമ്മൾ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്, അവരൊരു യുദ്ധം പ്ലാൻ ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കണമെന്ന്. ഇവിടെ ആൾബലം കുറവാണ് കേട്ടോ, അപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാൽ മൂപ്പം പറയുന്നത് എങ്ങനെയൊക്കെ ആയിരുന്നാലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും, ഞാൻ കുറെ അധികം യുദ്ധം ചെയ്തിട്ടുണ്ട് ആൾബലം കുറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഫുൾ കോൺഫിഡൻസിലാണ്. പക്ഷെ മുർണു പറയുന്നുണ്ട് അവരുടെ ഷിപ്പുണ്ട്, അവർ ഷിപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്, ആ ഷിപ്പിൽ കുറെ അധികം പീരങ്കികളുണ്ട്, അത് വെച്ച് പൊട്ടിച്ചാൽ നമ്മുടെ ഗ്രാമം എല്ലാം തകർന്നു പോകുന്നു. പക്ഷെ മൂപ്പൻ നല്ല കോൺഫിഡൻസിലാണ് കേട്ടോ. എന്തായാലും ഏവയ്ക്ക് നല്ല പേടിയുണ്ട് ഈ യുദ്ധം അവർ തോൽക്കുമെന്ന്. അങ്ങനെ തോൽക്കുകയാണെങ്കിൽ തന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ മരണപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ഡോക്ടറിനോടും മുർണുവിനോടും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറയും. പക്ഷെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൈ പിടിച്ചിട്ട് പറയാണ്, ഞങ്ങൾ ഒരിക്കലും രക്ഷപ്പെട്ടു പോകത്തില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഈ ഒരു ഗ്രാമത്തിന് വേണ്ടി, ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി അവർക്കെതിരെ നമ്മൾ പോരാടും എന്നും പറഞ്ഞിട്ട് അവർ തോക്കൊക്കെ എടുത്ത് റെഡി ആവുകയാണ്. എന്തായാലും കുറച്ചു നേരം കഴിയുമ്പോൾ ആ കാട്ടാളന്മാരെല്ലാരും കൂടെ കുറേയധികം ബോട്ടുകൾ എടുത്തിട്ട് ഇവരുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ആൾക്കാരും കൂടെ തോക്കും അതുപോലെ തന്നെ പലതരം ആയുധങ്ങളും എടുത്തിട്ട് ഇവരുടെ ഗ്രാമത്തിന് നേരെ ഇരച്ചു വരികയാണ്. അവിടെയുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്നുണ്ട്. കൈ കിട്ടുന്ന ആൾക്കാരെ എല്ലാവരും കൊല്ലുകയാണ്. പിന്നെ ഇവരുടെ ഗ്രാമത്തിൽ തന്നെ തോക്കുള്ള കുറേയധികം ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. ഈ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ചധികം കാട്ടാളന്മാര് അവർ ഷൂട്ട് ചെയ്ത് താഴെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പലിലുള്ള കാട്ടാളന്മാര് അതിന്റെ പീരങ്കി ഉപയോഗിച്ചിട്ട് ഈ ഗ്രാമത്തിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേയധികം വീടുകളും അതുപോലെ തന്നെ കൃഷികളും എല്ലാം നശിക്കുന്നുണ്ട്. ഒരു പുകമയം തന്നെ ആവുകയാണ്. ഈ പുകയുടെ ഇടയിൽ തന്നെ അവന്മാര് തമ്മിൽ അടി ഉണ്ടാകുന്നുണ്ട്. മൂപ്പന്റെ മോനും യുദ്ധത്തിനുണ്ട് കേട്ടോ. അവനും കുറെ അധികം ആൾക്കാരെ കൊല്ലുകയാണ്. ഇടയ്ക്ക് വെച്ച് അവനും അടി കിട്ടാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുകയാണ്. ഇതേ നേരം തന്നെ ലേഡി ഡോക്ടറും അതുപോലെ തന്നെ മുർണും കൂടെ തോക്കൊക്കെ എടുത്ത് പുറത്തു വന്ന് നിന്നിട്ട് ഇവർക്ക് നേരെ വരുന്ന കാട്ടാളന്മാരെ ഷൂട്ട് ചെയ്യാണ്. ലേഡി ഡോക്ടർ പെട്ടെന്ന് തന്നെ തോക്ക് റീലോഡ് ചെയ്യും. നമ്മുടെ മുർണു തോക്കെടുത്ത് ഷൂട്ട് ചെയ്യും. മുർണു ഒരു സോൾജർ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റ് കൊള്ളുന്നുണ്ട്. അങ്ങനെ കുറെ നേരം പോവാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും ഒരാള് ഒരു തോക്ക് എടുത്ത് വന്നിട്ട് നമ്മുടെ മുർണുവിന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ മുർണുവിന്റെ ദേഹത്ത് കൊണ്ടില്ല. അവൻ ലേഡി ഡോക്ടറിനോട് തോക്ക് ചോദിക്കും. എന്നാൽ തോക്ക് കിട്ടുന്നില്ല. എന്താ സംഭവം നോക്കുമ്പോൾ ലേഡി ഡോക്ടറിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മറിഞ്ഞു വീണ് കിടക്കാണ്. ഇത് കാണുന്ന മുർണു ലേഡി ഡോക്ടറിനെ കയ്യിലെടുക്കാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. എന്തായാലും നമ്മുടെ ഡോക്ടർ മുർണുവിന്റെ കയ്യിൽ കിടന്ന് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇതുകൂടാകുമ്പോൾ മുർണുവിന് നല്ല ദേഷ്യം വന്നിട്ട് അവന്റെ തോക്കും എടുത്തിട്ട് ഇപ്പൊ ഡോക്ടറിനെ ഷൂട്ട് ചെയ്തവനെ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തോക്കിന് പട്ടിയെ തല്ലുന്ന പോലെ തല്ലുകയാണ്. അടിച്ചടിച്ചവന്റെ തല പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് നിർത്തുന്നില്ല. ഇത് കാണുന്ന മൂപ്പന്റെ മോൾ ഓടി വന്ന് മുർണുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വേണ്ട, ഇവിടെ നിൽക്കേണ്ട, വെടിയേൽക്കുമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഈ നേരം കൊണ്ട് കുറേയധികം കാട്ടാളന്മാരൊക്കെ വന്നില്ലേ, അവന്മാരിൽ പകുതി പേരെയും ഇവർ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ട്. പകുതിയല്ല, മുക്കാലും അല്ല, ഒരു 99% ആൾക്കാരെയും ഈ മൂപ്പന്റെ, അതായത് നമ്മുടെ മൂപ്പന്റെ ആൾക്കാർ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ട്. കാട്ടാള മൂപ്പനും അതുപോലെ തന്നെ കാട്ടാള മൂപ്പന്റെ മോനും കൂടെ ആൾക്കാരെല്ലാരും മരണപ്പെട്ടത് കൊണ്ട് തന്നെ യുദ്ധം തോറ്റെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് നടന്ന് മാറിപ്പോവാണ്. എന്തായാലും രണ്ടുപേരും കൂടെ പോയി കടൽ തീരത്ത് തോറ്റതുപോലെ ഇരിക്കുകയാണ്. അങ്ങോട്ട് നമ്മുടെ മൂപ്പം വരുന്നുണ്ട്, അതായത് ഏവയുടെ അച്ഛൻ. ഏവയുടെ അച്ഛൻ വന്നിട്ട് എന്തോ ചൊല്ലുന്നുണ്ട്. എന്തോ അവരുടെ
ആചാരത്തിലുള്ള എന്തോ ചൊല്ലിയിട്ട് വലിയൊരു കത്തി എടുക്കുന്നുണ്ട്. അതായത് ഒരു മാർബിൾ പീസ് പോലത്തെ ഒരു കത്തി. അതെടുത്തിട്ട് മൂപ്പന്റെ, അതായത് കാട്ടാള മൂപ്പന്റെ തലയിൽ ഒറ്റയടിയാണ്. അവിടെ വെച്ച് തന്നെ കാട്ടാള മൂപ്പൻ ചത്തുപോവുകയാണ്. ചത്തെല്ലാം മരണപ്പെട്ടു പോകുന്നുണ്ട്. അതിനുശേഷം മൂപ്പന്റെ മോൻ, കാട്ടാള മൂപ്പന്റെ മോൻ, ഈ മൂപ്പന്റെ മോനെ കൊല്ലുന്നില്ല. പകരം ഏവേനെ അടുത്തോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഈ കാട്ടാള മൂപ്പന്റെ കൈയും അതുപോലെ തന്നെ ഏവയുടെ കൈയും ആ ഒരു മാർബിൾ പീസില് അതിന്റെ മുകളിൽ വെച്ചിട്ട് രണ്ടുപേരെയും കെട്ടിച്ചു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ? ശത്രുവിന് തന്നെ മോളെ കെട്ടിച്ചു കൊടുക്കുക. നല്ല കാര്യം. എന്തായാലും അച്ഛൻ മരണപ്പെട്ടു പോയെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയല്ലോ. ആ ഒരു സന്തോഷത്തിൽ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോവാണ്. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെയാ തോന്നിയത്. ഇതെല്ലാം കണ്ട് മുർണും അവിടെ നിൽപ്പുണ്ട്. എന്തായാലും അങ്ങനെ 4 വർഷം കടന്നു പോവാണ്. 4 വർഷത്തിന് ശേഷം മുർണു അതുപോലെ തന്നെ നമ്മുടെ ഏവയുടെ ഭർത്താവായിട്ടുള്ള കാട്ടാള മൂപ്പന്റെ മോൻ, ഇവരെല്ലാരും കൂടെ നേരത്തെ കുറെ വെള്ളക്കാര് താമസിച്ചിരുന്ന ഒരു സ്ഥലമില്ലേ, ആ ഐലൻഡിൽ തന്നെ വേറൊരു സ്ഥലം, അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ തന്നെ കുറേയധികം ബ്രിട്ടീഷുകാരൊക്കെ കൂടിയിരിപ്പുണ്ട്. ഇപ്പൊ ഈ ബ്രിട്ടീഷുകാർ പറയുന്നത് ഇവിടെ ഒരു പോർട്ട് സ്ഥാപിക്കണം, അതുപോലെ തന്നെ ഇവർ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂലേ ഷിപ്പിൽ കയറ്റി വിട്ടിട്ട്, അപ്പൊ അതിന് ടാക്സ് വേണമെന്നാണ്. എന്നാൽ ഏവയും അതുപോലെ തന്നെ ഏവയുടെ ഹസ്ബൻഡ് കൂടെ പറയും അതൊരിക്കലും നടക്കത്തില്ല എന്ന്. ഇതിന് മുർണു കൂടെ സപ്പോർട്ട് ചെയ്യാണ്. പിന്നെ ഈ ബ്രിട്ടീഷുകാർക്ക് മുർണുവിനെ അറിയാം. മുർണു നേരത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുർണുവിനോട് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയ, നിന്റെ മുഖത്തൊക്കെ എന്താ വരകൾ വരച്ചു വെച്ചേക്കുന്നതെന്ന്. ഈ വരകൾ മറ്റൊന്നുമല്ല, അവനും ആ ഒരു ഗ്രൂപ്പിൽ ചേർന്നെന്ന് അറിയിക്കാനായിട്ടുള്ള ഒരു വരയാണ്. അവൻ എല്ലാ ബ്രിട്ടീഷുകാരോടും ഇതെന്റെ ജീവിതത്തിന്റെ കഥയാന്ന് പറയുന്നുണ്ട്. ആ വരകള് ബ്രിട്ടീഷുകാർക്ക് പുച്ഛമാണെങ്കിലും നമ്മുടെ മുർണുവിന് ഇതെല്ലാം അഭിമാനമാണ്. എന്തായാലും മുർണുവും ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് ഇവിടെ ടാക്സ് എടുക്കാനായിട്ട് പറ്റൂല, ടാക്സ് തരത്തുമില്ല, പോർട്ട് സ്ഥാപിക്കേണ്ടെന്ന്. അങ്ങനെ അതും ഉറപ്പിച്ച് പറഞ്ഞ് മുർണു അങ്ങനെ നിൽക്കുകയാണ്. ബ്രിട്ടീഷുകാർക്കും ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല, കാരണം ഇത് ഇവരുടെ ഐലൻഡാണ്. ഇപ്പം ഏവയും അതുപോലെ തന്നെ ഏവയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള കാട്ടാളം മൂപ്പന്റെ മോനുമാണ് രാജാവും രാജ്ഞിയും ഈ ഐലൻഡിന്റെ. അതങ്ങനെയാണല്ലോ, കാരണം ഏവയുടെ അച്ഛൻ ഒരു മൂപ്പനായിരുന്നു, അതുപോലെ തന്നെ ആ പയ്യന്റെ അച്ഛനും ഒരു മൂപ്പനായിരുന്നു. എന്തായാലും ഇവരെല്ലാരും കൂടെ അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കേ ബൈ.